ഞങ്ങൾക്ക് ഈ ജോർജ് കുട്ടിയെ 100% സംശയമായിരുന്നു. കാരണം ജോർജ് കുട്ടി ആ സിനിമയിൽ ചെയ്ത എല്ലാ പ്രവൃത്തിയും അയാൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ പാറ്റേൺ അയാൾ ഫോളോ ചെയ്യാണ്. ഒരു ഇരട്ട കൊലപാതകമായിരുന്നു ആ കേസ്. അവിടുന്ന് കിട്ടിയ ഫിംഗർ പ്രിന്റ്സ് മാച്ച് ചെയ്യുന്നില്ല ഇയാളുടേതുമായിട്ട്. മാച്ച് ചെയ്യാത്തതിന്റെ കാരണം എന്തായിരുന്നു വെച്ച് കഴിഞ്ഞാൽ, ഈ പറഞ്ഞ പ്രതിയുടെ ജോലി എന്ന് പറഞ്ഞാൽ ഒരു ചായക്കട നടത്തുന്ന ആളാണ്. ഈ ചായക്കട നടത്തുമ്പോൾ അയാൾക്ക് ചെയ്യേണ്ടിയിരുന്ന ഒരു പ്രധാനപ്പെട്ട പണി എന്ന് പറഞ്ഞാൽ അവിടെയുള്ള എല്ലാ പാത്രങ്ങളും അദ്ദേഹം കഴുകാറുണ്ട് ചൂടുവെള്ളത്തിൽ. ഇദ്ദേഹമാണെന്ന് പറയാൻ പറ്റുന്ന രീതിയിലുള്ള പ്രിന്റുകൾ മാച്ച് ചെയ്ത് കിട്ടുന്നില്ല. അങ്ങനെ ഇരിക്കുമ്പോൾ കോവിഡ് കാലം വന്നു. ഇദ്ദേഹം ഈ ജോലി ചെയ്യാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടായി. പാത്രം കഴുകൽ 1.5 വർഷം നിർത്തി കഴിഞ്ഞ് ഞങ്ങൾ എടുത്ത് നോക്കിയപ്പോൾ പ്രിന്റ് മാച്ചായി. ഈ ദൃശ്യം കണ്ടുകൊണ്ടിരിക്കുമ്പോ ഇത് ഞാനാണെങ്കിൽ ഇപ്പൊ ജോർജ് കുട്ടീനെ പോയി പിടിച്ചാല് അങ്ങനെ തോന്നിയ സന്ദർഭങ്ങളുണ്ട് ഈ 1ഉം 2ഉം ഒക്കെ കാണുന്ന സമയത്ത്. ഞാൻ പറഞ്ഞില്ല, 6 ജോർജ് കുട്ടിമാർ എൻ്റെ പിടിയിലായിട്ടുണ്ട് ഓൾറെഡി. അത് എങ്ങനെയാണ് ഞങ്ങൾ പിടിച്ചതെന്ന് ഞാനിപ്പോൾ പറയാൻ ഉദ്ദേശിക്കുന്നില്ല. ഒരു ബലാത്സംഗം നടക്കുന്നു പെരിന്തൽമണ്ണ ഭാഗത്ത്. ഒരു ട്രൈബൽ കുഞ്ഞിനെയാണ്. കുഞ്ഞെന്ന് പറഞ്ഞാൽ 14 വയസ്സുള്ള കുട്ടിയാണ്. അതിനകത്ത് ആരാണെന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല. ജോലിക്ക് വന്ന ഒരാളാണെന്ന് മാത്രമേ അറിയുള്ളൂ. പറങ്കിമാവിൻ തോപ്പിലെ ഉത്തരവാദികളായവർ എന്നേ പറഞ്ഞുള്ളൂ. ആരെന്ന് പറഞ്ഞില്ല. ജോലി ചെയ്തവരാണോ കോൺട്രാക്ട് എടുത്തവരാണോ എന്ന് നമ്മൾ പറഞ്ഞിട്ടില്ല. അത് കഴിഞ്ഞ് നമ്മൾ അടുത്തൊരു പത്രവാർത്ത കൊടുക്കുന്നു. പ്രതിയെക്കുറിച്ച് വ്യക്തമായ ധാരണ ലഭിച്ചു, ഉടൻ പ്രതി അറസ്റ്റിലാകും. ഒരാൾ ആന്റിസിപ്പേറ്ററി ബെയിൽ മൂവിയാണ് ഹൈക്കോർട്ടിൽ. വേറെ എന്തെങ്കിലും തെളിവ് വേണോ? ഞങ്ങൾ ആരുടെയും പേര് പറഞ്ഞിട്ടില്ല. ഈ ദൃശ്യത്തിന് ഓരോ പതിപ്പ് വരുമ്പോൾ ശരിക്ക് പോലീസുകാരുടെ ഉള്ളിൽ ഒരു വാർണിംഗ്, ഒരു അലർട്ട് അങ്ങനെ സംഭവിക്കുന്നുണ്ടോ? പോലീസുകാർക്ക് ഇതുകൊണ്ട് സൗകര്യമുണ്ടായിട്ടുള്ളൂ എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ദൃശ്യം മോശമാണെന്ന് ഞാൻ പറയുന്നില്ല. പോലീസിന് കുറച്ചുകൂടി സൗകര്യമായി എന്നുള്ളതാണ് സത്യം പറഞ്ഞാൽ. പക്ഷേ ക്രിമിനൽ സ്വഭാവവും താത്തവൽക്കരിക്കുന്ന ഒരു സമൂഹത്തിനും ആശാസ്യമല്ല. ചോറുണ്ടായിരുന്നവരുമായിട്ട് നമ്മൾ പലതും ഡിസ്കസ് ചെയ്യുന്ന കൂടുതൽ ഈ ഡിസ്കഷൻ വന്നു. അപ്പോൾ എൻ്റെ മനസ്സിൽ തോന്നി, ചോറ് കാസർഗോഡ് രാത്രി കിട്ടില്ലല്ലോ. അപ്പോൾ ഈ ഹോട്ടൽ കേന്ദ്രീകരിച്ച് അന്വേഷണം നടത്താൻ പറഞ്ഞു. അപ്പോൾ എന്നോട് വീണ്ടും ഡിവൈസ് പറഞ്ഞു, സാർ 9 കൊല്ലം മുമ്പ് ഇനി വേറെ ഏതേ ഹോട്ടലിൽ ചോറ് കിട്ടുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. ഞാൻ പറഞ്ഞു, 9 കൊല്ലം മുമ്പ് ഏതൊക്കെ ഹോട്ടലിൽ ചോറ് കിട്ടുമെന്ന് നിങ്ങൾ അന്വേഷിക്കും. ആ ഹോട്ടലിനെ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിൽ പ്രതിയെ പിടിക്കാൻ പറ്റി. ഓരോ വട്ടം ഈ ദൃശ്യം ഇറങ്ങുമ്പോഴും ദൃശ്യത്തിലെ ജോർജ് കുട്ടി ഒരു വലിയ ക്ലാസിക് ക്രിമിനലായിട്ടാണ് ആളുകൾ വാഴ്ത്തുന്നത്. പക്ഷെ അതിന്റെ ഇൻസ്പിറേഷൻ കൊണ്ട് ഇപ്പോഴും പല ആളുകൾ പല ക്രൈംസും കമ്മിറ്റ് ചെയ്യുന്നുണ്ട്. ഈ ദൃശ്യത്തിന് ഓരോ പതിപ്പ് വരുമ്പോൾ ശരിക്ക് പോലീസുകാരുടെ ഉള്ളിൽ ഒരു വാർണിംഗ്, ഒരു അലർട്ട് അങ്ങനെ സംഭവിക്കുന്നുണ്ടോ? പോലീസുകാർക്ക് ഇതുകൊണ്ട് സൗകര്യമുണ്ടായിട്ടുള്ളൂ എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ, ഇതിന് ഈ ദൃശ്യം 1 കഴിഞ്ഞതിന് ശേഷം ആ തരത്തിൽ നടത്തിയ ക്രൈംസിൽ ഒരു 4 എണ്ണം എൻ്റെ നേതൃത്വത്തിൽ തന്നെ ഡിറ്റക്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അത് സത്യം പറഞ്ഞാൽ ഒരു മോഡസ് ഈ ക്രിമിനൽസിന് ഉണ്ടാക്കി കൊടുത്തവരെ വഴിതെറ്റിക്കുകയാണ് ചെയ്തതെന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. അതുകൊണ്ട് ദൃശ്യം മോശമാണെന്ന് ഞാൻ പറയുന്നില്ല. പോലീസിന് കുറച്ചുകൂടി സൗകര്യമായി എന്നുള്ളതാണ് സത്യം പറഞ്ഞാൽ. പക്ഷേ ക്രിമിനൽ സ്വഭാവവും താത്തവൽക്കരിക്കുന്ന ഒരു സമൂഹത്തിനും ആശാസ്യമല്ല. സിസ്റ്റത്തിന് നമ്മളുടെ ഈ പ്രത്യേകിച്ച് മലയാളിക്ക് ഒരു ആൻറ്റി എസ്റ്റാബ്ലിഷ്മെന്റ് അജണ്ട എപ്പോഴും മനസ്സ് സൂക്ഷിക്കുന്നവനാണ് മലയാളി. വ്യവസ്ഥാപിതമായ എല്ലാ പ്രവണതകൾക്കും എതിരെ നിൽക്കുന്ന ഞാൻ മിടുക്കനാണ് എന്ന് കരുതുന്ന ഒരു മലയാളിയെ നമുക്ക് സോഷ്യൽ മീഡിയയിലൊക്കെ വളരെ വളരെ അനാദൃശ്യമായ രീതികളിൽ അവൻ പ്രതികരിക്കുന്നത് കാണാം. ഇപ്പം ഉന്നത സ്ഥാനത്തിരിക്കുന്ന എല്ലാവരെയും പേര് വിളിച്ച് ആക്ഷേപിക്കുക, അതിൻ്റെ കൂട്ടത്തിൽ 2 തെറി വാക്കുകൾ ചേർക്കുക, അങ്ങനെ ചെയ്തു കഴിയുമ്പോൾ ഒരു ഹീറോ ഇമേജ്, ഞാൻ ആർക്കും വശപ്പെടാത്ത ഒരാളാണെന്നും വളരെ സുചിന്തിതമായി ഇമ്പാർഷ്യലായി നിഷ്പക്ഷമായ അഭിപ്രായമതിയാണ് ഞാനെന്നും ഒക്കെ ഉള്ളൊരു ഇമേജ് എനിക്ക് സൃഷ്ടിച്ചെടുക്കാൻ സാധിക്കുന്നുള്ളൊരു അബദ്ധജടിലമായ ധാരണ കൊണ്ടാണ് പലരും അങ്ങനെയൊക്കെ ചെയ്യുന്നത്. നേരിട്ട് കാണുമ്പോൾ നമ്മളെ വന്ന് ഒന്ന് വണങ്ങാൻ പോലും ധൈര്യമില്ലാത്തവരാണ് പലപ്പോഴും ഇരുന്നിട്ട് ഈ ഏതോ ഒരു സിസ്റ്റത്തിൻ്റെ മറയിലിരുന്നു കൊണ്ട് ഇങ്ങനെയൊക്കെ പറയുന്നത്. നമ്മളെന്ന് പറയുന്നത് എന്നെയല്ല ഞാൻ ഉദ്ദേശിച്ചത്, സമൂഹത്തിൽ നിർണായകമായ സ്ഥാനങ്ങളിലിരിക്കുന്ന എല്ലാവരെയും. അത് നമ്മളിപ്പോൾ സോഷ്യൽ മീഡിയ എടുത്തപ്പോൾ ഒരാളെക്കുറിച്ച് ഇപ്പോൾ ഒരു എന്തെങ്കിലും ഒരു കഥ, ഒരു വീഡിയോ വന്നാൽ അതിനടിയിലുള്ള കമൻസ് വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇവനൊക്കെ കള്ളം തന്നെയാണ്. വളരെ നാച്ചുറലായിട്ടുള്ള കമൻറ്റാണ് ഇത്. ഈ മനുഷ്യൻ്റെ ഈ അസഹിഷ്ണുതയുടെ ഭാഗമായിട്ട്, ആൻറ്റി എസ്റ്റാബ്ലിഷ്മെൻറ്റ് അജണ്ടയുടെ ഭാഗമായിട്ടാണ് ഈ ചിന്തകൾ വരുന്നത്. ഇതിനെ കമേഴ്ഷ്യലൈസ് ചെയ്യുകയാണ് ഇത്തരത്തിലുള്ള സിനിമകൾ ചെയ്യുന്നത്. അത് ആശാസ്യകരമല്ല. അത് ഈ സിനിമ നിർമ്മിക്കുന്ന ആൾക്കാരോടും അതിൻ്റെ അണിയറ പ്രവർത്തകരോടും ഒക്കെ എനിക്ക് പറയാനുള്ളൊരു സതുപദേശമാണ്. അത് അവർക്ക് കേൾക്കാം, കേൾക്കാതിരിക്കാതെ അവരുടെ സ്വാതന്ത്ര്യത്തിൻ്റെ ഭാഗമാണ്. അവരുടെ അഭിപ്രായ സ്വാതന്ത്ര്യം എപ്പോഴും ഈ നാട്ടിൽ നിലവിൽ നമ്മുടെ ഭരണഘടന അംഗീകരിച്ചു കൊടുത്തിട്ടുണ്ട്. അതിനൊന്നും നമുക്ക് അഭിപ്രായ വ്യത്യാസമില്ല. പക്ഷേ ഇത് അവനവൻ്റെ നേരെ വരുമ്പോഴേ പഠിക്കുകയുള്ളൂ.
ബുദ്ധിമുട്ട് മനസ്സിലാവുള്ളൂ. ഇത് കണ്ട് ഇതിൽ നിന്ന് ഇൻസ്പിറേഷൻ. പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ട് ഇത്തരം കാര്യങ്ങൾ വളരെ രഹസ്യമായി ചെയ്യാമെന്നും അങ്ങനെ ചെയ്യുന്നത് പോലീസിന്റെ കണ്ണ് വെട്ടിച്ച് മിടുക്കനാവുന്ന ഒരു ജോർജ് കുട്ടി എവിടേക്കോ എന്നിലുമുണ്ട് എന്ന് ഒരുത്തൻ കരുതുന്ന സമയത്ത് അതിനിരയാവുന്ന വ്യക്തിക്ക് ഈ സിനിമയുടെ അന്തസത്ത ഉൾക്കൊണ്ടുകൊണ്ട് ചിരിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അവരെയും കൂടെ മനസ്സിൽ കണ്ടുകൊണ്ട് വേണം ഇത്തരത്തിലുള്ള കലാപരമായ പ്രവർത്തികൾ നടക്കേണ്ടതെന്നുള്ളത് വളരെ ഉത്കടമായ എൻ്റെ ഒരു ആഗ്രഹമാണ്. വളരെ അത്യാവശ്യമാണത്. അത് അങ്ങനെ ചെയ്തില്ലെങ്കിൽ ഇപ്പം ദൃശ്യം 1ഉം 2ഉം വലിയ വിജയമായിരുന്നു, 3ഉം വിജയമായിരിക്കാം, ആവട്ടെ. ആ കലാപ്രവർത്തകരോടൊക്കെ അവരുടെ ആ കലാപരമായ മൂല്യത്തോടുള്ള ബഹുമാനം, ഈ കലാകാരന്മാരെല്ലാവരും കള്ളന്മാരാണെന്നൊരു തിയറിയുണ്ട്. അപ്പം അതായത് കലാകാരന്മാർ, കഥാകാരന്മാർ, കവികൾ. നമ്മളുടെ പണ്ട് ഈ സ്തുതിപാഠക വൃന്ദമാണ് യഥാർത്ഥത്തിൽ കവികളായിട്ട് ശോഭിച്ചിട്ടുള്ളത്. അപ്പം പലപ്പോഴും പറയുന്ന ഒരു മന്നവേന്ദ്രാവിളങ്ങുന്നു ചന്ദ്രനെ പോലെ മുഖം. അപ്പം മന്നവേന്ദ്രൻ്റെ മുഖം യഥാർത്ഥത്തിൽ ചന്ദ്രോപരിതലം എങ്ങനെയാണോ അങ്ങനെയായിരിക്കും, അത് മറച്ചു കൊണ്ടുകൂടിയായിരിക്കും. എന്നാൽ പോലും കവി പറയുന്നു, എന്ത് പറയുന്നു, മന്നവേന്ദ്രാവിളങ്ങും ചന്ദ്രനെ പോലെ മുഖം എന്ന് പറയുമ്പോൾ ചന്ദ്രശോഭ ചന്ദ്രനെ ഞാൻ ഇവിടുന്ന് നോക്കിയാൽ കാണുന്ന ശോഭ എനിക്കുണ്ടെന്ന് കവി പറഞ്ഞ് തെറ്റിദ്ധരിച്ചിട്ട് ഈ മന്നവേന്ദ്രൻ വീരശൃംഖല കൊടുത്ത് ആദരിക്കുന്ന കവികളുടെ നിന്ന് തുടങ്ങി അയഥാർത്ഥമായൊരു ലോകത്തെ യഥാർത്ഥമാണെന്ന് ദ്യോതിപ്പിക്കുമാറ് ചിത്രീകരിക്കുന്നവനാണ് കലാകാരൻ. അതുകൊണ്ട് അയഥാർത്ഥ ലോകത്തിനെ യഥാർത്ഥമാക്കുന്നവനെയാണ് ഈ എന്താ പറയുക വിമർശകർ കള്ളൻ എന്ന് പറയുന്നത്. അങ്ങനെയുള്ള അഭൗമമായ യഥാർത്ഥ ലോകത്തിലേക്ക് നമ്മൾ ഉയർത്തി നമ്മുടെ മാനസിക ഉല്ലാസത്തിൻ്റെ കൂടെ മാനസികമായിട്ട് ചിന്താ വ്യാപാരങ്ങളുടെ ഉയർച്ചയും കൂടെ ഉണ്ടാക്കുന്നതിന് പകരം ഇത്തരത്തിലുള്ള ക്രിമിനൽ വൽക്കരണമാണ് അവിടെ നടക്കുന്നതെന്ന് വരികിൽ അത് സമൂഹത്തിന് മൊത്തത്തിൽ ദോഷം ചെയ്യും. ഇത് ഈ പ്രവർത്തകരോടെല്ലാം എൻ്റെ ഞാനൊരു സിനിമാ പ്രവർത്തകനല്ല, ഞാനൊരു വലിയ കലാകാരനും അല്ല, കലയോട് ബഹുമാനവും ആസ്വാദനക്ഷമതയും ഉണ്ടാവണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു ആസ്വാദകൻ മാത്രമായിട്ട് ഞാൻ പറയുന്നു, ഇത് ആശാസ്യകരമല്ല. ഇതിൻ്റെ എന്താ പറയുക, കച്ചവടവൽക്കരണം. തീർച്ചയായിട്ടും നല്ല സിനിമ പണം ഉണ്ടാക്കാൻ വേണ്ടി തന്നെയാണ് ആൾക്കാർ ഉണ്ടാക്കുന്നത്. അപ്പം ഞങ്ങളിനി എല്ലാ എന്താ പറയുക പഞ്ചതന്ത്ര കഥകൾ മാത്രം അല്ലെങ്കിൽ സാരോപദേശ കഥകൾ മാത്രം ചിത്രീകരിച്ച് ഞങ്ങളുടെ ഉദ്യമം വെറുതെ ആക്കണോ എന്ന് ചോദിക്കുന്നതിന് എൻ്റെ അടുത്ത് മറുപടികളില്ല. അതൊക്കെ കലാകാരന്റെ സ്വാതന്ത്ര്യവും നമ്മുടെ സാമൂഹ്യ പരിഷ്കർത്താക്കളായിട്ടുള്ള മഹാമനീഷികൾ ആലോചിച്ച് ചിന്തിച്ചുണ്ടാക്കി തീരുമാനം പറയേണ്ട കാര്യമാണ്. പക്ഷെ ഇത് സമൂഹത്തിന് ആശാസ്യകരമല്ല എന്നൊരു പോലീസുകാരൻ്റെ എന്താ പറയുക വികടബുദ്ധിയിൽ തോന്നുന്ന വിലാപമായിട്ട് കണക്കാക്കിയാൽ മതി. ആൻറ്റി എസ്റ്റാബ്ലിഷ്മെൻ്റ് അജണ്ടയും ക്രിമിനൽ വൽക്കരണവും സിനിമയിൽ കൊണ്ടുവരുന്നത് അതുകൊണ്ട് ഒരു തരത്തിലും സമൂഹത്തിൻ്റെ വളർച്ചയ്ക്ക് സഹായകരമല്ല. ഈ ദൃശ്യം കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇത് ഞാനാണെങ്കിൽ ഇപ്പോൾ ജോർജ് കുട്ടീനെ പോയി പിടിച്ചാനെ അങ്ങനെ തോന്നിയ സന്ദർഭങ്ങളുണ്ട് ഈ 1ഉം 2ഉം ഒക്കെ കാണുന്ന സമയത്ത്. ഞാൻ പറഞ്ഞില്ല, 6 ജോർജ് കുട്ടിമാർ എൻ്റെ പിടിയിലായിട്ടുണ്ട് ഓൾറെഡി. മനസ്സിലായില്ലേ? 6 ജോർജ് കുട്ടിമാർ എൻ്റെ പിടിയിലായി കഴിഞ്ഞു. എൻ്റെ പിടിയിൽ എന്ന് പറഞ്ഞാൽ എൻ്റെ മാത്രം പിടിയിലല്ല, അത് എങ്ങനെയാണ് ഞങ്ങൾ പിടിച്ചതെന്ന് ഞാനിപ്പോൾ പറയാൻ ഉദ്ദേശിക്കുന്നില്ല. ഒരു സന്ദർഭത്തിൽ ആകെ വേണ്ടിയിരുന്നത് ചിലപ്പോൾ അതിനകത്ത് ഈ ഒരു ദൈവത്തിൻ്റെ അദൃശ്യകരങ്ങളും കൂടി ഇതിനകത്തുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ലെന്ന് പറയാൻ പറ്റില്ല. ഉദാഹരണത്തിന് ഒരു കേസിൽ ഞങ്ങൾക്ക് ഈ ജോർജ് കുട്ടിയെ 100% സംശയമായിരുന്നു. കാരണം ജോർജ് കുട്ടി ആ സിനിമയിൽ ചെയ്ത എല്ലാ പ്രവൃത്തിയും അയാൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ പാറ്റേൺ അയാൾ ഫോളോ ചെയ്യാണ്. പക്ഷെ ഒരു കാര്യം മാത്രം മാച്ച് ആയിരുന്നില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ മാച്ച് ആവാതെന്ന് വെച്ചാൽ ഒരു ഇരട്ട കൊലപാതകമായിരുന്നു ആ കേസ്. അവിടുന്ന് കിട്ടിയ ഫിംഗർ പ്രിന്റ്സ് മാച്ച് ചെയ്യുന്നില്ല ഇയാളുടേതുമായിട്ട്. മാച്ച് ചെയ്യാത്തതിൻ്റെ കാരണം എന്തായിരുന്നു വെച്ച് കഴിഞ്ഞാൽ സ്മഡ്ജ്ഡ് എന്ന് പറയും ഞങ്ങളുടെ ഭാഷയിൽ. അതായത് ഈ രേഖകളുടെ എഡ്ജസും ഒക്കെ അത് കൃത്യമായിട്ട് കാണാൻ പറ്റാത്ത രീതിയിൽ ആണോ എന്ന് ചോദിച്ചാൽ അല്ലെന്ന് പറയാൻ പറ്റില്ല, അല്ലേന്ന് വെച്ചാൽ ആണെന്ന് പറയാൻ പറ്റില്ല. നമുക്ക് കോടതിയിൽ പ്രസൻറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഫോറൻസിക് എവിഡൻസ് ആയിട്ട് കിട്ടാതിരുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ ജോലി, ഈ പറഞ്ഞ പ്രതിയുടെ ജോലി എന്ന് പറഞ്ഞാൽ ഒരു ചായക്കട നടത്തുന്ന ആളാണ്. ഈ ചായക്കട നടത്തുമ്പോൾ അയാൾക്ക് ചെയ്യേണ്ടിയിരുന്ന ഒരു പ്രധാനപ്പെട്ട പണി എന്ന് പറഞ്ഞാൽ അവിടെയുള്ള എല്ലാ പാത്രങ്ങളും അദ്ദേഹം കഴുകാറുണ്ട് ചൂടുവെള്ളത്തിൽ. അപ്പം അങ്ങനെ സ്ഥിരമായി കഴുകിക്കൊണ്ടിരുന്ന വ്യക്തി ഞങ്ങൾ എടുത്ത് നോക്കുമ്പോൾ ഞങ്ങൾക്ക് വ്യക്തവും
നമുക്ക് ഉറപ്പ് ഇന്നതാണ് ഇദ്ദേഹമാണെന്ന് പറയാൻ പറ്റുന്ന രീതിയിലുള്ള പ്രിൻ്റുകൾ മാച്ച് ചെയ്ത് കിട്ടുന്നില്ല. അങ്ങനെ ഇരിക്കുമ്പോൾ കോവിഡ് കാലം വന്നു. 1.5 വർഷം എല്ലാ കടകളും അടയ്ക്കപ്പെട്ടു. ഇദ്ദേഹം ഈ ജോലി ചെയ്യാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടായി. ഓക്കെ. പാത്രം കഴുകൽ 1.5 വർഷം നിർത്തി കഴിഞ്ഞ് ഞങ്ങൾ എടുത്ത് നോക്കിയപ്പോൾ പ്രിന്റ് മാച്ചായി. അദ്ദേഹം ഇപ്പോൾ അഴിക്കുള്ളിലാണ്. എൻ്റെ അമ്മേ. ഞാൻ പറഞ്ഞ മനസ്സിലായില്ലേ? അപ്പം അത് പോലീസുകാരുടെ ബുദ്ധിയാണെന്ന് വെച്ചാൽ അല്ല. അല്ല. പോലീസുകാരുടെ ബുദ്ധി എന്ന് പറഞ്ഞാൽ അവസരോചിതമായിട്ട് ഈ 1.5 വർഷം കഴിയുമ്പം ഇതായിരിക്കുമോ കാരണം എന്നുള്ള സംശയം കൊണ്ട് വീണ്ടും പരിശോധിച്ചു എന്നുള്ളതാണ്. അപ്പം കൃത്യമായി തെളിയാതിരുന്ന സാധനം വ്യക്തമായി തെളിഞ്ഞു കിട്ടി. അയാൾക്ക് ഇതറിയാമായിരുന്നു, അയാൾക്ക് ചെയ്യാമായിരുന്ന ഒരു കാര്യം എന്തായിരുന്നു വെച്ചാൽ, വീട്ടിൽ വെറുതെ ഇരിക്കുമ്പോഴും ജോലി ഇല്ലാതിരിക്കുമ്പോഴും നിരന്തരം പാത്രം കഴുകണമായിരുന്നു അയാൾ. ചൂടുവെള്ളത്തിൽ അദ്ദേഹം എങ്ങനെയൊക്കെ പറഞ്ഞ് മനസ്സിലായില്ലേ? അതെ, പക്ഷെ അതെ, അതെ, അതെ. അത് ഞങ്ങൾക്ക് പോലും അറിയില്ല, അങ്ങനെയാണോ സംഭവിക്കേണ്ടത്, അങ്ങനെയാണോ സംഭവിക്കാന്ന് അറിയില്ല. പക്ഷെ ഒരു ചാൻസ് എടുത്ത് നോക്കി, കൃത്യമായി 6 പ്രിന്റ് മാച്ച് ചെയ്തു. 9 എണ്ണത്തിൽ 3 എണ്ണം ഈ മരിച്ചുപോയ വ്യക്തികളുടെ ആയിരുന്നു, 6 എണ്ണം ഇദ്ദേഹത്തിൻ്റെ ആയിരുന്നു. അങ്ങനെ ആ കേസ് തെളിഞ്ഞു. അപ്പം ഒരു കുറ്റകൃത്യം, നമ്മുടെ എന്താ ലൊക്കാർട്സ് പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞൊരു പ്രിൻസിപ്പിളുണ്ട്. അതായത് ഇപ്പം ഒരു 2 വസ്തുക്കൾ തമ്മിൽ ചേർന്നാൽ ഒന്നിൻ്റെ ശകലങ്ങൾ മറ്റൊന്നിലും അതിൻ്റെ ശകലങ്ങൾ ഇതിലും എന്തായാലും പതിഞ്ഞിരിക്കും. ലൊക്കാർട്സ് പ്രിൻസിപ്പിളാണ്. അപ്പം അതായത് ഒരിക്കലും ഒരു ക്രൈം സീനിൽ ഒരിക്കലും തെളിവുകൾ അവശേഷിപ്പിക്കാതെ ഒരു കുറ്റകൃത്യവും ഈ പ്രപഞ്ചത്തിൽ നടക്കുന്നില്ല. ആ നടന്ന കുറ്റകൃത്യം കൃത്യസമയത്ത് കുറ്റാന്വേഷകന് കാണാനും കണ്ടുപിടിക്കാനും തോന്നൽ തോന്നാനും സാധിച്ചോ ഇല്ലയോ എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഇപ്പോൾ ഒരു കൗതുകം കൊണ്ട് ചോദിച്ചോട്ടെ, ഇപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ ദൈവത്തിൻ്റെ അദൃശ്യകരം എന്നൊക്കെ പറയുമല്ലോ, അതായത് ഒരു തുമ്പും ഒരു തെളിവില്ലാത്ത സമയത്ത് ചില തോന്നലുകൾ അല്ലെങ്കിൽ വന്നു വീഴുന്ന ചില കാര്യങ്ങൾ, അങ്ങനെ തെളിഞ്ഞിട്ടുള്ള അനുഭവങ്ങൾ, അങ്ങനെ ഉണ്ടെങ്കിൽ ഒരു അനുഭവം പറയാമോ? ഇപ്പം ഒരു വളരെ രസകരമായ ഒരു കഥ പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു ബലാത്സംഗം നടക്കുന്നു പെരിന്തൽമൺ ഭാഗത്ത്. ഒരു ട്രൈബൽ കുഞ്ഞിനെയാണ്. കുഞ്ഞെന്ന് പറഞ്ഞാൽ 14 വയസ്സുള്ള കുട്ടിയാണ്. അതിനകത്ത് ആരാണെന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല. കുട്ടിക്ക് ആകെ അറിയാവുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ കുറേ പറങ്കിമാവൻ തോപ്പുണ്ട്, അവിടെ ജോലിക്ക് വന്ന ഒരാളാണെന്ന് മാത്രമേ അറിയുള്ളൂ. അപ്പം ഞങ്ങൾ എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് ആദ്യം പത്രത്തിൽ കൊടുത്തു. പറങ്കിമാവിൻ തോപ്പിലെ, അതായത് അതിന് ഉത്തരവാദികളായവർ എന്നേ പറഞ്ഞുള്ളൂ, ആരെന്ന് പറഞ്ഞില്ല. ജോലി ചെയ്തവരാണോ കോൺട്രാക്ട് എടുത്തവരാണോ എന്ന് നമ്മൾ പറഞ്ഞിട്ടില്ല. അത് കഴിഞ്ഞ് നമ്മൾ അടുത്തൊരു പത്രവാർത്ത കൊടുക്കുന്നു, ഇത് പ്രതിയെക്കുറിച്ച് വ്യക്തമായ ധാരണ ലഭിച്ചു, ഉടൻ പ്രതി അറസ്റ്റിലാകും. ഒരാൾ ആൻറ്റിസിപ്പേറ്ററി ബെയിൽ മൂവിയാണ് ഹൈക്കോർട്ടിൽ. വേറെ എന്തെങ്കിലും തെളിവ് വേണോ? ഞങ്ങൾ ആരുടെയും പേര് പറഞ്ഞിട്ടില്ല. ആ പറങ്കിമാവൻ തോപ്പിൽ ഏകദേശം ഒരു 50-60 ആൾക്കാർ പണിയെടുത്തിട്ടുണ്ട്. അതിലൊരാൾ ആൻറ്റിസിപ്പേറ്ററി ബെയിൽ മൂവിയാണ്. വെപ്രാളപ്പെട്ടു ഇങ്ങനെയുള്ള. ഇനി കാസർഗോഡ് ഒരു സ്ഥലത്ത്, ഞാൻ കാസർഗോഡ് SP ആയിരുന്നു. ഇപ്പോൾ ഒരുപാട് കാലമായിട്ട് തെളിയാതെ കിടന്ന ഒരു കേസ് ഉണ്ടായിരുന്നു. അത് ഒരു സെക്സ് വർക്കറായ സ്ത്രീയെ കൊന്ന് ഒരു ക്വാറിയിൽ ഉപേക്ഷിച്ചാണ്. അവർക്ക് വേണ്ടി ബഹളം വയ്ക്കാനും ശബ്ദിക്കാനൊന്നും ആരും ഇല്ലാതിരുന്നത് കൊണ്ട് ആ കാലത്ത് കുറച്ച് ബഹളമൊക്കെ ഉണ്ടായി എന്നുള്ളതല്ലാതെ അതെടുത്ത് വീണ്ടും നമ്മൾ പരിശോധിക്കുകയാണ്. അപ്പോൾ കുറേ ആൾക്കാർ അന്വേഷിച്ച് 9 വർഷം കഴിഞ്ഞു. ഞാൻ പുതിയൊരു അന്വേഷണ സംഘത്തിന് അതൊന്ന് നോക്ക് എന്ന് പറഞ്ഞു കൊടുത്തപ്പോൾ അവർ നോക്കിയപ്പോൾ അതിനകത്ത് കണ്ട ഒരു കാര്യം, പോസ്റ്റ്മോർട്ടം കഴിഞ്ഞ ഈ സ്ത്രീയുടെ വയറ്റിൽ കുറച്ച് ചോറുണ്ടായിരുന്നു. മരണം നടന്നിരിക്കുന്നത് ഏകദേശം ഒരു രാത്രി ഒരു 10:30 മണി സമയത്താണ്. അപ്പം വേറൊരു കാര്യം എൻ്റെ വീട്ടിലുണ്ടായിരുന്നു. വീട്ടിൽ സംഭവിച്ചൊരു കാര്യമുണ്ട്. ഞാൻ എൻ്റെ വൈഫ് ഒരു 3-4 ദിവസം മുമ്പ് എനിക്ക് രാത്രി ചപ്പാത്തിയും കറിയും ഭക്ഷണത്തിനുണ്ടാക്കി വെച്ചപ്പോൾ എനിക്ക് ചോറുണ്ടാണെന്ന് തോന്നി. വീട്ടിൽ ചോറുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ എൻ്റെ വീട്ടിലെ ആൾക്കാരോട് പറഞ്ഞു, നിങ്ങൾ എവിടെയെങ്കിലും ചോറ് മേടിച്ചുകൊണ്ട് വരണമെന്ന് പറഞ്ഞു. കാസർഗോഡ് നഗരത്തിൽ ഒരുപാട് സ്ഥലത്ത് തപ്പിയിട്ട് ചെർക്കളം എന്ന് പറയുന്ന സ്ഥലത്തിന് അപ്പുറത്തേക്കുള്ള ഒരു കടയിൽ നിന്ന് മാത്രമേ രാത്രി ചോറ് കിട്ടിയുള്ളൂ. ഇതിൻ്റെ 4ാമത്തെ ദിവസമാണ് ഇവരുടെ വയറ്റിൽ കുറച്ച് ചോറുണ്ടായിരുന്നു എന്ന് പറയുന്നത്. ഈ 2ാമത് അന്വേഷിക്കുന്ന സംഘത്തിലെ സംഘത്തലവനായിട്ടുള്ള DYSP എന്നോട് പറഞ്ഞു, സാറേ ചോറുണ്ടായിരുന്നു അവരുടെ വയറ്റിൽ നിന്ന്. നമ്മൾ പലതും ഡിസ്കസ് ചെയ്യുന്ന കൂട്ടത്തിൽ ഈ ഡിസ്കഷൻ വന്നു.
അപ്പോൾ എൻ്റെ മനസ്സിൽ തോന്നി, ചോറ് കാസർഗോഡ് രാത്രി കിട്ടില്ലല്ലോ. വീട്ടിൽ ഏതെങ്കിലും ഒരു വീട്ടിൽ പോയി ഇവർ ഭക്ഷണം കഴിക്കാൻ സാധ്യത കുറവാണ്. കാരണം ഇവർ തൊഴിലിതാണ്. ജോലി ഇതാണ്. അപ്പോൾ ഈ ഹോട്ടൽ കേന്ദ്രീകരിച്ച് അന്വേഷണം നടത്താൻ പറഞ്ഞു. അപ്പോൾ എന്നോട് വീണ്ടും ഡിവൈസ് പറഞ്ഞു, സാറേ 9 കൊല്ലം മുമ്പ് ഇനി വേറെ ഏതേ ഹോട്ടലിൽ ചോറ് കിട്ടുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. ഞാൻ പറഞ്ഞു 9 കൊല്ലം മുമ്പ് ഏതൊക്കെ ഹോട്ടലിൽ ചോറ് കിട്ടും നിങ്ങൾ അന്വേഷിക്കും. ആ ഹോട്ടലിനെ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിൽ പ്രതിയെ പിടിക്കാൻ പറ്റി. ഞാൻ പറഞ്ഞു മനസ്സിലായില്ലേ? ഇത് ദൈവത്തിൻ്റെ കരമാണോ എന്ന് ചോദിച്ചാൽ ആയിരിക്കാം, അല്ലായിരിക്കാം. കാരണം 4 ദിവസം മുമ്പ് ചപ്പാത്തി ഉണ്ടാക്കി വെച്ച എൻ്റെ കുടുംബിനിയോട് എനിക്ക് ചോറ് വേണമെന്ന് ഞാൻ ശാഠ്യം പിടിക്കേണ്ട ഒരു ആവശ്യമില്ല. ഇല്ല. അത് കഴിഞ്ഞ് 4-ാമത്തെ ദിവസം ഈ സന്ദർഭം മുമ്പിൽ വരണമെന്നില്ല, ഞാനത് ഓർക്കണമെന്നില്ല. ഇതൊക്കെ ദൈവത്തിൻ്റെ കരമാണെങ്കിലാണ്. ഇങ്ങനെയൊക്കെ ഉള്ളതല്ലാതെ ദൈവം ആകാശത്തൊരു സാധനം കൊണ്ടു തന്ന് കേസ് തെളിയിച്ച അനുഭവം എനിക്കില്ല. ഇങ്ങനെയുള്ള നമ്മൾ പലപ്പോഴും ഈ കേസന്വേഷണം എന്ന് പറയണത് പലപ്പോഴും കിട്ടാത്ത പ്രതികളെ പിടിക്കാനായിട്ടുള്ള നമ്മുടെ ശ്രമം എന്ന് പറയണത് വളരെ കോമൺ സെൻസിക്കലായിട്ട് നമ്മൾ ആലോചിക്കുക എന്നുള്ളതാണ്. ഇപ്പം ഇത് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, പാതി ദഹിച്ചെന്ന് വെച്ചാൽ കുറച്ച് സമയം കഴിഞ്ഞു എന്നർത്ഥം. ഈ ഊണ് കഴിഞ്ഞിട്ട് കുറച്ച് സമയം കഴിഞ്ഞു എന്നാണ് ഈ പാതി ദഹിച്ചതിൻ്റെ ലക്ഷണം എന്ന് പറയുന്നത്. അപ്പം നമ്മൾ നോക്കുമ്പോൾ രാത്രി ഏകദേശം 10:30 മണിയോടുകൂടി മരണം സംഭവിച്ചിരിക്കാം എന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ എഴുതിയിട്ടുള്ളത്. അപ്പോൾ നമ്മൾ അന്വേഷിക്കുമ്പോൾ എന്നുണ്ടെങ്കിൽ ഈ ചോറ് കിട്ടുന്ന കടയിൽ തന്നെ അവിടെ ബിരിയാണി കിട്ടുന്ന കടകളുണ്ട്, പക്ഷെ ചോറ് കിട്ടില്ല. അപ്പം അങ്ങനെ അന്വേഷിച്ച് കഴിഞ്ഞപ്പോൾ ഈ ഒരു ഹോട്ടൽ മാത്രമേ ഉള്ളൂ. അപ്പോൾ അവർ എന്നോട് DYSP ന്യായമായി ചോദിച്ചു, സാറേ 9 കൊല്ലം മുമ്പ് വേറെ കടകൾ ഉണ്ടായിരുന്നോ ഇല്ലയോ എന്ന് നമുക്കറിയില്ലല്ലോ. നമ്മൾ അന്വേഷിക്കുക. 9 കൊല്ലം മുമ്പ് കട നടത്തിയിരുന്ന ആൾക്കാരോട് ഓരോരുത്തരോടും നമ്മളോട് ചോദിച്ചു, നിങ്ങൾ കടയിൽ എന്തൊക്കെയാണ് രാത്രി കൊടുത്തിരുന്ന വിഭവങ്ങൾ. ഏറ്റവും പ്രധാനപ്പെട്ട വിഭവം പൊറോട്ടയും ബീഫുമായിരുന്നു. മലയാളിയുടെ ദേശീയ ഭക്ഷണമാണല്ലോ. അപ്പോൾ അതാണ് അവിടെ ഏറ്റവും കൂടുതൽ ചിലവായിരുന്നത്. അതിനകത്ത് അഭിപ്രായ വ്യത്യാസമില്ല. പക്ഷേ ചോറ് കൊടുത്തിരുന്ന ഒരൊറ്റ കടയാണ് അന്നും ഉണ്ടായിരുന്നുള്ളൂ, ഇന്നും ഉണ്ടായിരുന്നുള്ളൂ എന്നുള്ള നമ്മൾ മനസ്സിലാക്കുകയാണ്. ഇത് ഈ കേസ് തെളിയാൻ വേണ്ടി ദൈവം തന്ന ഒരു നാന്ദിയാണോ എന്ന് എനിക്കിപ്പോൾ പറയാൻ പറ്റില്ല. ഈ താങ്കൾ നേരത്തെ പറഞ്ഞില്ല, അദൃശ്യമായ ശക്തികളും അങ്ങനെയൊക്കെ ഒരുപാട് സംഭവങ്ങൾ പലർക്കും ഉണ്ടാവും പറയാൻ. ഇപ്പോൾ അത്യാവശ്യം നയതന്ത്രം അറിയാം, ഈ സിസ്റ്റം എങ്ങനെ വർക്ക് ആവുന്നു എന്നറിയാം, ജനങ്ങളായിട്ട് അത്യാവശ്യം ജനസമ്പർക്കം നടത്തിയിട്ടുണ്ട്. ഇപ്പോൾ ഒരുപാട് മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥർ, ബ്യൂറോക്രാറ്റ്സ്, അവർ ഈ രാഷ്ട്രീയത്തിനൊരു കൈ നോക്കുന്നുണ്ടല്ലോ. ചിലപ്പോൾ അവർ റിട്ടയർമെൻറ്റിന് ശേഷം അല്ലെങ്കിൽ വോളണ്ടറി റിട്ടയർമെൻ്റ് ഒക്കെ എടുത്തതിന് ശേഷം ഒരുപാട് പേര് വലിയ നല്ല രീതിയിൽ ശോഭിക്കുന്നുണ്ട്. കാരണം അവർക്ക് ഈ സിസ്റ്റത്തിൻ്റെ ഒരു ഫലചക്രം അങ്ങനെ മൂവ് ചെയ്യുന്നതെന്നറിയാം. ഭാവിയിൽ അങ്ങനെ ഒരു രാഷ്ട്രീയ പ്രവേശനം ഉണ്ടാവുമോ? ഒരിക്കലും ഇപ്പോഴത്തെ നിലയ്ക്ക് അങ്ങനെ ചിന്തിച്ചിട്ടേ ഇല്ല, ചിന്തിക്കാൻ ഉദ്ദേശിക്കുന്നുമില്ല. ഞാൻ ഈ അരങ്ങൊഴിഞ്ഞു കൊടുക്കണമെന്ന് വിശ്വസിക്കുന്ന കൂട്ടത്തിലാണ്. ഈ പ്രപഞ്ചത്തിൻ്റെ നിലനിൽപ്പ് തന്നെ കാലം ചെന്നവർ ഒഴിയുന്നതിലാണ് എന്ന് ഉറച്ചു വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. മണ്ണോട് ചേരുന്നിടത്തെ പുതുമണ്ണുണ്ടാകും. ദ്രവീകരണ ശക്തിയുള്ള പ്രപഞ്ചം എന്ന് പറയുന്നത് നമ്മൾ ഇല്ലാതായി കഴിയുമ്പോൾ അതിനോട് ചേരുന്നിടത്താണ് പുതുജീവൻ, പുതുനാമ്പുകൾ ഉണ്ടാവുന്നത്. അത് ഈ പ്രപഞ്ചത്തിൻ്റെ നിലനിൽപ്പിന് വളരെ അത്യന്താപേക്ഷിതമായിട്ടുള്ള വളരെ അത്യാവശ്യമുള്ളൊരു കാര്യമാണ്. അവിടെ ഞാൻ തന്നെ ഇനിയും തുടരണം. ഞാനിപ്പോൾ എൻ്റെ ഇന്നിങ്സ് എല്ലാം ഒരുവിധം ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. എൻ്റെ വിശ്വാസം മാത്രമാണ്. മറ്റുള്ളവരത് സ്വീകരിച്ചോളാം എന്ന് ഞാൻ ചെയ്തതിനകത്ത് ഒരുപാട് വിമർശന ബുദ്ധിയ കാണുന്നവരുണ്ടാവാം, തെറ്റുണ്ടായിട്ടുണ്ടാകാം, ഒക്കെ ഉണ്ടായിട്ടുണ്ടാവും. എന്ത് തന്നെയാണെങ്കിലും എൻ്റെ സമയം കഴിഞ്ഞു. വാനപ്രസ്ഥം എന്ന് പറയുന്ന ഒരു സംഗതി ജീവിതത്തിൽ ഉണ്ടാകണം എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. ഇനി എൻ്റെ വാനപ്രസ്ഥത്തിനുള്ള കാലമായിട്ടാണ് ഞാൻ കാണുന്നത്. ഇനി ഞാനില്ലാതെ ഈ ലോകം നടക്കില്ല എന്ന് പറയുന്ന ഒരു അവസ്ഥാവിശേഷം ഇവിടെ ഉണ്ടെന്ന് ഞാൻ കരുതുന്നേ ഇല്ല. എനിക്ക് ശേഷം പ്രളയം ഇല്ല. എനിക്ക് ശേഷം പ്രളയം, എൻ്റെ മുമ്പും പ്രളയം എന്ന് കരുതുന്ന അബദ്ധജടിലമായ വാർദ്ധക്യം നമ്മളെ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടിക്കുന്നത് ഇത്തരം ചിന്തകൾ കൊണ്ടാണ്. നമ്മുടെ വാർദ്ധക്യത്തിൽ നമ്മൾ മറ്റുള്ളവർക്ക് ബാധ്യതയാവുന്നത് എങ്ങനെയാണ്? അവർക്ക് ആവശ്യമില്ലാത്ത ഉപദേശങ്ങൾ കൊടുക്കുക, ഞാൻ പറഞ്ഞത് മാത്രമാണ് ശരിയെന്ന് പറയുക, എൻ്റെ ചെറുപ്പകാലത്ത് ഇങ്ങനെയൊന്നും ആയിരുന്നില്ല എന്ന് പറയുക, ഞങ്ങളൊക്കെ ഭയങ്കര മിടുക്കന്മാരായിരുന്നു, നിങ്ങളൊക്കെ കാണിക്കുന്ന മണ്ടത്തരാന്ന് പറയുക. ഇതൊക്കെ എല്ലാ കാലത്തിനും മനുഷ്യ മനസ്സിനെ ഗ്രസിച്ചിട്ടുള്ള അബദ്ധജടിലമായ ചിന്തകളാണ്. ഇതിന് വശംവദനാകണ്ട എന്നാണ് എൻ്റെ തീരുമാനം. അപ്പം അതുകൊണ്ട് എൻ്റെ ഇപ്പോഴത്തെ മാനസികാവസ്ഥ അനുസരിച്ച് മാനസികാവസ്ഥ എന്ന് ഞാൻ വീണ്ടും പറയുന്നത്, മനുഷ്യൻ പല കാര്യങ്ങളുടെയും ഒരു വിക്റ്റിമാണ്, ഒരു ഇരയാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്.
അപ്പം എൻ്റെ ഇതുവരെയുള്ള സദ്ബുദ്ധി അനുസരിച്ച് ഞാൻ ഈ എൻ്റെ രണ്ട് വർഷം കൂടെ കഴിച്ച് 2-2.5 വർഷത്തിനകത്ത് ഞാൻ ഈ രംഗത്ത് നിഷ്ക്രമിക്കും. ഓ. അത് കഴിഞ്ഞ് ഞാൻ എല്ലാ മാസവും പോകുന്നൊരു സ്ഥലമുണ്ട്. മൂകാംബിക ക്ഷേത്രത്തിലാണ് പോവാറ്. ഞാൻ എല്ലാ മാസവും പോകുന്ന സ്ഥലമാണ്. അവിടെ എൻ്റെ ജീവിതം തുടരണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. എന്ന് പറഞ്ഞാൽ എല്ലാ സർവ്വസംഘ പരിത്യാഗിയായിട്ട് ഇവിടുന്ന് ഇട്ടിട്ട് പോയി എന്നല്ല. സന്യാസം അല്ല. എന്താ? സന്യാസം അല്ല. സന്യാസം എന്നൊക്കെ പറഞ്ഞാൽ എത്രയോ വലിയ അതെ വാക്കാണ്. അതെ അതെ അതെ. ആ ഒരു നമ്മുടെ ഈ ആൾക്കാരുടെ പലതരത്തിലുള്ള ചിന്താ പദ്ധതികളിൽ വന്നിട്ടുള്ളൊരു മണ്ടത്തരം. ക്ഷേത്രത്തിൽ പോകുന്നവരൊക്കെ ഭക്തരാണെന്ന് ഒരു ധാരണയുണ്ട്. ഭക്തി എന്താണെന്ന് അറിയാൻ പാടില്ലാഞ്ഞിട്ടാണ് അങ്ങനെ പറയുന്നത്. അതെ അതെ അതെ. ഗീതയിൽ തന്നെ പറഞ്ഞിട്ടുണ്ട് 4 തരത്തിലുള്ള ആൾക്കാരാണ് ഭഗവാനെ അന്വേഷിച്ച് പോകുന്നത് ക്ഷേത്രങ്ങളിൽ നിന്ന് അല്ലെങ്കിൽ ദേവാലയങ്ങളിൽ. അതിൽ ആർത്തോ എന്ന് പറഞ്ഞാൽ ആർത്തന്മാർ എന്ന് പറഞ്ഞാൽ ഭയങ്കര ദുഃഖം വന്നിട്ട് ദുഃഖത്തിൽ നിന്ന് മോചനം കിട്ടാതെ ഈ ദുഃഖത്തിൽ നിന്നുള്ള മോചനം മുഴുവൻ ഈ ദൈവം എനിക്ക് തരും എന്നുള്ള വിശ്വാസത്തിൽ പോകുന്നവൻ. ആർത്തോ, ജിജ്ഞാസു. ഇതൊക്കെ എങ്ങനെയാണ് ഈ പരിപാടി? ഇവിടെയൊക്കെ നടക്കുന്നതൊക്കെ ശരിയാണോ? ഇങ്ങനെയൊക്കെ ഉണ്ടോ? ഇത് ഈ പറയുന്ന മാതിരിയുള്ള പരിപാടിയൊക്കെയാണോ? ഇതൊക്കെ തട്ടിപ്പല്ലേ? ഇതൊക്കെ അന്വേഷിച്ച് പോകുന്ന രണ്ടാമൻ. മൂന്നാമൻ അർത്ഥാർത്ഥി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ കിട്ടണം. ഞാൻ പറഞ്ഞത് എനിക്ക് എന്തെങ്കിലുമൊക്കെ കിട്ടണം. അപ്പോൾ അത് പലരും പറയുന്നുണ്ട്, ഞാൻ ഇത്രയും കാലം ഭഗവാനെ വിളിച്ചിട്ട് ഞാൻ ചോദിച്ചൊന്നും എനിക്ക് തന്നില്ലല്ലോ, അതുകൊണ്ട് ഞാൻ ഈ ദൈവത്തിനെ വിളിക്കില്ല. അങ്ങനെ പറയുന്നൊരു വിഭാഗം. നാലാമനാണ് ജ്ഞാനി. അതായത് എൻ്റെ ആത്മീയമായ ഉയർച്ചയ്ക്ക് ഈ സംവിധാനം ഉപകരിക്കും എന്നുള്ള തിരിച്ചറിവോടുകൂടി പോകുന്നവൻ. ഞാൻ ഈ 4ാമത്തെ ഗണത്തിൽ പെടണം എന്നാണ് എൻ്റെ ആഗ്രഹം. പെട്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ഇടയ്ക്കിടയ്ക്ക് നമ്മൾ എന്തായാലും ജിജ്ഞാസുമായിട്ട് ഞാൻ പോകാറില്ല. ദൈവത്തിന് അങ്ങനെ സയന്റിഫിക് ടെമ്പർ വെച്ച് അളന്നിട്ടൊന്നുമില്ല ഇതുവരെ. ഒരു കാര്യം ഞാൻ പറഞ്ഞാൽ, ഈ സയന്റിഫിക് ടെമ്പർ ഇല്ലാത്ത ഒരു കാര്യവും നമ്മുടെ ഈ നാട്ടിൽ നിലനിൽക്കില്ലെന്നില്ല എന്നുള്ള ഉറച്ച വിശ്വാസക്കാരനാണ് ഞാൻ. പറഞ്ഞ മനസ്സിലായില്ല? ആ സയന്റിഫിക് ടെമ്പർ എന്താണെന്ന് പറഞ്ഞു കൊടുക്കാൻ അറിയാത്ത ആൾക്കാർ, അതായത് 2ഉം 3ഉം കൂട്ടിയാൽ 8 കിട്ടുന്ന ഒരാളുടെ അടുത്ത് 2ഉം 3ഉം കൂട്ടിയാൽ 5 ആണെന്ന് പറഞ്ഞ് മനസ്സിലാക്കാൻ നമുക്ക് പറ്റുന്നില്ല. പറഞ്ഞു മനസ്സിലായില്ലേ? അപ്പൊ അത് അയാൾക്ക് കണക്കറിയാഞ്ഞിട്ടാണ്, അല്ലാതെ ശാസ്ത്രം മാത്തമാറ്റിക്സ് അല്ലെങ്കിൽ അരിത്മെറ്റിക് തെറ്റായത് കൊണ്ടല്ല. അപ്പൊ അതിന്റെ ശരി എന്താണെന്ന് പറഞ്ഞു കൊടുക്കാൻ അറിയാത്ത ഒരുപാട് പേര് ഈ നമ്മുടെ നാട്ടിലുണ്ട്. ഉദാഹരണത്തിന് ഇപ്പം ഞാൻ വളരെ രസകരമായിട്ട് പലയിടത്തും പറയുന്ന ഒരു ചെറിയ ഉദാഹരണം പറയാം. അതിന് മുമ്പ് ഈ ക്ഷേത്രത്തിൽ ഈ 4 തരത്തിലുള്ള ആൾക്കാരുണ്ടെന്ന് പറഞ്ഞല്ലോ. അപ്പൊ അതിൽ ഏറ്റവും അവസാനത്തെ ആളായിട്ട് പോകാനാണ് എനിക്ക് താല്പര്യം. ഞാൻ ചിലപ്പോൾ 1ാമനായി പോകാറുണ്ട്. ആർത്തൻ. ഭയങ്കര ദുഃഖം വരുമ്പോൾ ഞാൻ അറിയാതെ എൻ്റെ ദൈവമേ എന്ന് വിളിച്ചു പോകാറുണ്ട്. അതുകൊണ്ട് ഞാൻ മറ്റേത് രണ്ടും എനിക്കില്ല. ഏത് അർത്ഥാർത്ഥിയൊന്നും എനിക്കില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു സാധനം എനിക്ക് കിട്ടണമെങ്കിൽ അതിന് ഞാൻ അധ്വാനിച്ചാൽ മതി എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. പരീക്ഷ പാസ്സാകാൻ വേണ്ടി ചെന്നൊരു ക്ഷേത്രത്തിൽ പോയിട്ടില്ല. പരീക്ഷ പാസ്സാകാൻ പഠിച്ചാൽ മതി എന്നാ. ഞാൻ പണ്ട് ചെസ് സ്റ്റേറ്റ് പ്ലെയർ ആയിരുന്നു. അപ്പം എനിക്ക് ഒരിക്കൽ ഒരു പ്രതിയോഗി വന്നിരുന്ന് എഴുതുമ്പോൾ പിന്നെ ശ്രീ വെങ്കടാചലപതി സഹായം എന്ന് മുകളിൽ എഴുതി വെച്ചിട്ട് ചെസ്സിൻ്റെ നോട്ട്സ് എഴുതും. അതായത് നമ്മൾ ഏത് 3 അർത്ഥം എന്നുള്ള രേഖപ്പെടുത്തും. അപ്പോൾ അയാൾ E4 എന്ന് എഴുതുന്നതിന് മുമ്പ് മുകളിൽ എഴുതുന്നത് വെങ്കടാചലപതി സഹായം എന്ന് പറഞ്ഞിട്ട് അയാൾ 12 മൂവിൽ പരാജയപ്പെട്ടു. അന്ന് ഞാൻ ആലോചിച്ച് വെങ്കടാചലപതിയെ പറയിപ്പിക്കാനായിട്ട് മുമ്പ് വന്നിരിക്കുകയാണല്ലോ. കാരണം അവൻ ചെയ്യേണ്ട ബേസിക് സാധനം എന്ന് പറഞ്ഞാൽ ബ്ലണ്ടറാണ് അവൻ കളിക്കുന്നത്. ആ ബ്ലണ്ടർ ആണ് എന്ന് തിരിച്ചറിഞ്ഞ് മനസ്സിലാക്കാനായിട്ടുള്ള ചെസ് പഠനം നടത്താതെ വെങ്കടാചലപതി സഹായം എഴുതി വെച്ചാൽ അയാളെ ചീത്തപ്പേരുണ്ടാക്കുന്നതല്ലാണ്ട് വേറെ ഒരു ഗുണം അതുകൊണ്ടില്ല. അപ്പോൾ അയാൾ ഫേം ഗ്രൗണ്ടിങ് നടത്തേണ്ടത് ഗ്രൗണ്ടിങ് നടത്താതെ വരികയാണ് അയാൾ ചെയ്തത്. അപ്പം അർത്ഥാർത്ഥി എന്ന് പറയണ എന്തെങ്കിലും കിട്ടാൻ വേണ്ടിയിട്ട് ക്ഷേത്രത്തിൽ പോയിട്ട് ഒരു കാര്യമുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ജിജ്ഞാസുമായിട്ട് ക്ഷേത്രത്തിൽ പോകേണ്ട ആവശ്യമില്ല. കാരണം ഇത് പഠിച്ചിട്ട് അങ്ങോട്ട് പോയാൽ മതി. ആവശ്യമുണ്ടെങ്കിൽ പോയാൽ മതിയല്ലോ. ഇതിന് ശാസ്ത്രം എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് പോയാൽ മതി. പക്ഷെ അവസാനത്തെയും ഏറ്റവും അവസാനത്തേൽ എൻ്റെ മനസ്സ് സ്ഥിരമായി നിൽക്കണം എന്നാണ് എൻ്റെ ആഗ്രഹമെങ്കിലും ചിലപ്പോൾ അവിടെയൊക്കെ ചെന്ന് ഇരിക്കുമ്പോൾ നമ്മൾ ഉദ്ദേശിക്കാത്ത വലിയ വ്യതിചലനങ്ങൾ നമ്മുടെ ലൗകിക ജീവിതത്തിൽ ഉണ്ടാവുകയും അത് താങ്ങാനുള്ള കെൽപ്പില്ലാതായി പോകുന്ന ഒരു മനുഷ്യാവസ്ഥ, നിസ്സഹായാവസ്ഥയിലേക്ക് എത്തുമ്പോൾ അവിടെ ചിലപ്പോൾ എൻ്റെ ദൈവമേ എന്നെ രക്ഷിക്കണേന്ന് അറിയാതെയൊക്കെ ഞാൻ വിളിച്ചു പോയിട്ടുണ്ട്. അതുകൊണ്ട് ആദ്യത്തെ അവസാനത്തേലും മാത്രമായിട്ടാണ് എൻ്റെ മനസ്സ് വ്യാപരിക്കുന്നത്. ഈ ജ്ഞാനം എന്ന് പറഞ്ഞതും സയന്റിഫിക് ടെമ്പർ വെച്ചിട്ട് ദൈവത്തെ അളന്നിട്ടുണ്ടോ എന്ന് വെച്ചാൽ ദൈവത്തിനെ അളക്കാൻ പറ്റില്ല, സമ്പ്രദായങ്ങളെ അളന്നിട്ടുണ്ട്. പറഞ്ഞു മനസ്സിലായില്ലേ? നമ്മൾ ഈ കാണുന്ന എല്ലാ സമ്പ്രദായങ്ങൾക്കും സയന്റിഫിക് ടെമ്പർ ഉണ്ടെന്ന് ഉറച്ചു വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. അതെന്താണെന്ന് അന്വേഷിച്ച് പഠിക്കാനായിട്ടുള്ള ആർജവവും മനസാന്നിധ്യവും നമുക്ക് ഉണ്ടാവണമെന്ന് മാത്രം. ഇത്രയും സമയം ഞങ്ങൾക്ക് തന്നതിൽ എൻലൈറ്റ് ചെയ്തതിന് ഒരുപാട് നന്ദി. നല്ല നമസ്കാരം.